ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ അമ്മയ്ക്കുള്ള പിറന്നാൾ സമ്മാനങ്ങളുമായി എത്തുന്ന മഹാലക്ഷ്മിയെ കുത്തുവാക്കുകൾ പറഞ്ഞ് മുത്തശ്ശിയും പ്രതാപനും കരുണയും വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് നല്ല മറുപടി തന്നെ കൊടുത്ത് വായടപ്പിക്കുകയാണ് മഹി ചെയ്യുന്നത്. ശേഷം അവളുടെ ഈ അഹങ്കാരത്തിന് ആണിക്കല്ല് അടിക്കണ്ടേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അതിനുള്ള മരുന്നല്ലേ മുത്തശ്ശി നമ്മുടെ കയ്യിലുള്ളത്, ഇന്നൊരു ദിവസം കൂടി അവൾ സന്തോഷിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കരുണ. പിന്നീട് അകത്തെത്തുന്ന മഹി അമ്മയ്ക്കായി വാങ്ങിക്കൊണ്ടുവന്ന സ്വർണ്ണ വളകളൊക്കെ അമ്മയുടെ കയ്യിൽ മഹി അണിയിച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനാ മോളെ ഇതൊക്കെ, വെറുതെ കാശ് കളയാ എന്ന് മോഹിനി ചോദിക്കുമ്പോൾ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിന് എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നാണ് ഞാനിതൊക്കെ വാങ്ങിയത് എന്ന് മഹി പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് മനോഹരമായിട്ടുള്ള ഒരു സെറ്റ് സാരിയും മഹി അമ്മയ്ക്കായിട്ട് കൊടുക്കുന്നുണ്ട്. കരുണയാണെങ്കിൽ ഇതെല്ലാം അസൂയയോടെയും പകയോടെയും അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. കണ്ണ് തള്ളി പോവുകയാണ് കരുണയുടെ. അതൊക്കെ കണ്ടിട്ട് തുടർന്ന് നാളെ അമ്മ ഇതൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് നിൽക്കണം, കണ്ണേട്ടനാണ് അമ്മയ്ക്ക് ഈ സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു വരണമെന്ന് പറഞ്ഞത്, ഞാനത് അക്ഷരം പ്രതി അനുസരിച്ച് എന്നേ ഉള്ളൂ എന്നെല്ലാം മഹി അമ്മയോട് പറയുന്നുണ്ട്. ഇതേ സമയം കരുണ വന്നിട്ട് എന്തായാലും വള ഉഗ്രനായിട്ടുണ്ട്, ഇതൊരു 5-6 പവനെങ്കിലും വരുമല്ലോ എന്ന് പറയുമ്പോൾ മോൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം തരാമെന്ന് മോഹിനി പറയുമ്പോൾ അവൾക്കൊരു വള വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മഹി. അങ്ങനെ ആരുടെയും ഒന്നും ഇരുന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഒരു കുഞ്ഞിനെ വളർത്താനോ താലോലിക്കാനോ ഭാഗ്യമില്ലാത്ത നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം പോലെ കാശൊക്കെ പൊടിച്ചു കളയാം? കുഞ്ഞിന് വേണ്ടി നാളത്തേക്ക് ഒന്നും കരുതി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എൻ്റെ ഭർത്താവിന് ഞാൻ ചോദിക്കുന്ന ഗിഫ്റ്റ് വാങ്ങി തരാൻ കഴിവില്ലെങ്കിലും എൻ്റെ അച്ഛനും മുത്തശ്ശിക്കും അതിനുള്ള കഴിവുണ്ട്. നാളെ മരുമോൻ വന്നിട്ട് അമ്മായിയമ്മയുടെ സൗന്ദര്യം കൂടി കണ്ട് കണ്ണ് തള്ളട്ടെ, അതുകൊണ്ട് ആരുടെയും മുന്നിൽ ഞാൻ തോറ്റു പോവില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണ മോഹിനിയെയും മഹാലക്ഷ്മിയും അധിക്ഷേപിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കലി ഉൾത്തുള്ളിക്കൊണ്ട് കരുണ അവിടെ നിന്നും പോവാണ്. അപ്പോൾ കരുണയുടെ വാക്കുകൾ കേട്ട് മഹിക്കും മോഹിനിക്കും വല്ലാത്ത വിഷമാവുന്നുണ്ട് കേട്ടോ. തുടർന്ന് മോഹിനി പറയുന്നുണ്ട്, അവർ 3 പേരും പറയുന്ന വാക്കുകൾക്കൊന്നും ഞാൻ ചെവി കുടിക്കാറില്ല, പക്ഷേ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞുള്ള ഈ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലാണ് തറയ്ക്കുന്നത് എന്ന് മോഹിനി പറയുമ്പോൾ ചിലപ്പോൾ അമ്മയ്ക്ക് അടുത്ത പെരുന്നാളിന് എൻ്റെയും കണ്ണേട്ടൻ്റെയും കുഞ്ഞിനെ താലോലിക്കാനുള്ള ഭാഗ്യമുണ്ടാകും, ആ ഒരു സ്വപ്നത്തിലേക്ക് ഞങ്ങൾ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് മഹാലക്ഷ്മി പറയുന്നത് കേട്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ മോഹിനി. ശേഷം കരുണ മുത്തശ്ശിയുടെയും പ്രതാപൻ്റെയും അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കരുണയെ കാണുന്നതും മോളുടെ മുഖം എന്താ വാടിയിരിക്കുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ മുത്തശ്ശിക്കും അച്ഛനും അറിയോ അവളെ എന്താണ് അമ്മയ്ക്ക് പിറന്നാൾ സമ്മാനമായിട്ട് കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത്? 5-6 പവൻ്റെ 2 സ്വർണ്ണ വളകളും പിന്നെ വില കൂടിയ ഒരു സാരിയും. എന്നെ മനഃപൂർവ്വം കൊച്ചാക്കാനാണ് അവൾ ഇതൊക്കെ ചെയ്തത്. ജ്വല്ലറി സ്വന്തമായി ഉള്ളപ്പോൾ അവൾക്ക് ഇതും ഇതിലപ്പുറവും ചെയ്യാലോ, ആരും ഒന്നും ചോദിക്കില്ല. അന്ന് ഞാനൊരു നെക്ലസ് ജ്വല്ലറിയിൽ നിന്നും എടുത്തുകൊണ്ട് വരാൻ ഉണ്ണിയേട്ടനെ പറഞ്ഞു വിട്ടപ്പോൾ അയാൾ അതിന് പൈസ അടച്ചിട്ട് നെക്ലസ് എടുത്താൽ മതിയെന്ന് പറഞ്ഞു. ഇപ്പോൾ അവൾക്ക് എന്തു ആവാം, എൻ്റെ മുന്നിൽ അവൾക്ക് തലയെടുപ്പോടെ നിൽക്കണം, അതാണ് അവളുടെ ഉദ്ദേശം എന്നെല്ലാം കരുണ പറയുമ്പോൾ മോള് വിഷമിക്കേണ്ട, കമലേശ്വരം ജ്വല്ലറി മോളുടെ കയ്യിലാകുന്ന ഒരു ദിവസം വരും, അതിനുള്ള മരുന്നല്ലേ നമ്മുടെ കയ്യിൽ ഭദ്രമായിട്ടുള്ളത് എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ വേറെ ഒന്നും സ്വന്തമായിട്ടില്ലെങ്കിലും എനിക്ക് ഒരു പ്രശ്നവുമില്ല മുത്തശ്ശി, പക്ഷേ ആ ജ്വല്ലറിയുടെ മേൽനോട്ടം എനിക്ക് തന്നെ കിട്ടണം, എന്നിട്ട് വേണം മാറി മാറി ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് എനിക്കിതിനൊക്കെ പ്രതികാരം ചെയ്യാൻ എന്ന് കരുണ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയോടും പ്രതാപനോടും. മോളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുമെന്ന് പ്രതാപനും മുത്തശ്ശിയും പറയുന്നുണ്ട് കരുണയോട്. പിന്നീട് കാണിക്കുന്നത് മേഘൻ വാമനോടായിട്ട് പറയുന്നുണ്ട്, ഇത്തവണയും അവൻ്റെ ഇടതുകാല് ചലിക്കുന്നത് നമുക്ക് അറിയാൻ കഴിഞ്ഞില്ലല്ലോ അച്ഛാ, നാളെ ഇനി കണ്ണൻ ഇവിടെ നിന്നും പോകും, പിന്നെ നമ്മൾ എങ്ങനെ അത് അറിയുമെന്ന് ചോദിക്കുമ്പോൾ എല്ലാത്തിനും കാരണം മഹാലക്ഷ്മി, അവളുടെ ദൈവിക ചൈതന്യം തന്നെയാണ്, ഞാനത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ് മോനെ, അതുകൊണ്ടാണ് ചെറിയൊരു കാര്യത്തിൽ പോലും നമുക്ക് വിജയം ഉണ്ടാകാത്തത്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവൾ ദൈവങ്ങളെ കൂടെ കൂട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഒരു അദൃശ്യ വലയം അവൾക്ക് ചുറ്റുമുണ്ട്, വിജയം അങ്ങനെയുള്ളവരുടെ കൂടെയായിരിക്കും, നന്മയുള്ളവരുടെ കൂടെ എന്ന് വാമൻ പറയുമ്പോൾ അപ്പോൾ കണ്ണൻ്റെ കാലുകൾക്ക് ജീവൻ വെച്ചത് മഹാലക്ഷ്മിയുടെ പ്രാർത്ഥന കൊണ്ടാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളും ദൈവം നടത്തി തരാതിരിക്കില്ല. അതിലൊന്നാമത്തേത് മഞ്ജുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അച്ഛൻ പറഞ്ഞതുപോലെയാണെങ്കിൽ അതിന് ദൈവത്തിൻ്റെ പിന്തുണ കൂടിയേ തീരൂ. ഞാൻ എന്തായാലും ക്ഷേത്രത്തിൽ ചെന്ന് തൊഴുത് പ്രാർത്ഥിക്കാൻ തന്നെ തീരുമാനിച്ചു അച്ഛൻ എന്ന് പറയുന്നുണ്ട് മേഘൻ. അങ്ങനെ മേഘൻ ക്ഷേത്രത്തിലെത്തി കണ്ണൻ ഒരിക്കലും വീൽ ചെയറിൽ നിന്നും എഴുന്നേൽക്കരുതെന്നും മഞ്ജുവിനെ തൻ്റെ ജീവിതത്തിലേക്ക് തന്നെ തിരികെ വരണമെന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ദേവിക്ക് മുന്നിൽ നിന്നും. ഇതേ സമയത്ത് തന്നെ നമ്മുടെ സാഗറും മഞ്ജുവും ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. സാഗറാണെങ്കിൽ മുല്ലപ്പൂവെല്ലാം വാങ്ങി മഞ്ജുവിൻ്റെ തലയിൽ ചൂടി കൊടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അമ്പലത്തിൽ നിന്നും തൊഴുതിറങ്ങുന്ന സാഗറാണെങ്കിൽ ഈ ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അവരുടെ ആ കളിച്ചിരികളും പ്രണയവും സ്നേഹവും ഒക്കെ കൺമുന്നിൽ കണ്ട് ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ് മേഘൻ.
എന്നിട്ട് വേഗം തന്നെ സാഗറിൻ്റെ നേരെ പാഞ്ഞു ചെന്ന് അയാളെ ചവിട്ടി വീഴ്ത്തുന്നു. വീണ്ടും സാഗറിനെ അവിടെയിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് മേഘൻ. മഞ്ജു വന്ന് സാഗറിനെ മേഘൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മേഘൻ പറയുന്നുണ്ട്, നല്ല വിളഞ്ഞ ആളിനെയാണ് നീ കൂടെ കൂട്ടിയിരിക്കുന്നത്. ഇവൻ്റെ സകല കഥകളും എനിക്കറിയാം. ഞാൻ ഈ ക്ഷേത്രമുറ്റത്തിൽ നിന്ന് പറയാം മഞ്ജു, ഇവൻ നിന്നെ ചതിച്ച് ഉപേക്ഷിച്ച് പോകുമെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ സഹിച്ചു. ഇതിനു മുൻപ് ഞാനൊരു രാജവെമ്പാലയുടെ കൂടെയായിരുന്നു. എന്തായാലും നിങ്ങളെക്കാൾ നല്ലവനായിരിക്കും സാഗരേട്ടൻ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ഇനി നിങ്ങൾക്ക് എന്നിൽ യാതൊരു അവകാശവുമില്ല. കാരണം ഞാൻ പൂർണ്ണമായിട്ടും എൻ്റെ സാഗരേട്ടൻ്റെ ആയി മാറിക്കഴിഞ്ഞു. സാഗരേട്ടൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ വളരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ചെയ്ത് എന്നെ നിങ്ങളുടെ ഭാര്യയായിട്ട് നിർത്താമെന്ന് നിങ്ങൾ മനക്കോട്ട കെട്ടണ്ട. ഇനി ഞങ്ങളെ ഉപദ്രവിക്കാനെങ്ങാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുമെന്ന് മേഘന് നല്ല മറുപടി തന്നെ, അയാളെ ഞെട്ടിച്ചുള്ള മറുപടി തന്നെ മഞ്ജു കൊടുക്കുന്നുണ്ട് കേട്ടോ മേഘന്. ഇതേ സമയം തന്നെ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. കാരണം അമ്മയുടെ പിറന്നാൾ ദിവസം അമ്മയ്ക്ക് വേണ്ടി തൊഴുത് പ്രാർത്ഥിക്കാനായിട്ടാണ് മഹി എത്തിയിരിക്കുന്നത്. അപ്പോൾ അവർ വരുന്നതും ഈ ഒരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. മേഘൻ സാഗറിനെയും മഞ്ജുവിനെയും ക്ഷേത്രമുറ്റത്ത് വെച്ച് അപമാനിക്കാനും ഉപദ്രവിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും കണ്ണൻ്റെ കയ്യിൽ നിന്നും മേഘന് നല്ലത് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന നല്ലൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്